പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടും പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. കമ്പളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. പാറത്തോട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നും ഇത് പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ ആക്ഷേപം. പാറത്തോട് പള്ളിവക പൂതാളിയിലെ കുരിശ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതും തുടർ സംഭവങ്ങളും ഇതിനുദാഹരണമായി സമിതി ചൂണ്ടിക്കാണിക്കുന്നു. മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പ്രതിഷേധ ജാല സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. പാറത്തോടും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ യുവജനങ്ങൾ അനുദിനം വർദ്ധിച്ചുവരുന്ന ലഹരി അടിമത്തത്തിനും അക്രമവാസനകൾക്കെതിരെ അധികാരവർഗത്തിന്റെ നിസ്സംഗതയ്ക്ക് എതിരെ ഉണരൂ ഒത്തുചേരൂ എന്ന ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് നമ്മൾ 27/12/2024 കമ്പളികണ്ടത്തിൽ നിന്നും പാറത്തോടിലേക്ക് ഒരു നടത്തം പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിലും അതുപോലെ പാറത്തോട് കൊന്നത്തടി പഞ്ചായത്തിലും ഒക്കെ നാളുകളായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന MDMA കഞ്ചാവ് അങ്ങനെയുള്ള ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരുന്നു. 27-ന് വൈകിട്ട് 6-ന് കമ്പളികണ്ടത്തു നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. പ്രതിഷേധ സൂചകമായി ദീപം തെളിയിച്ച് രാത്രി നടത്തം സംഘടിപ്പിക്കും. പാറത്തോട് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യവും ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. കമ്പളികണ്ടത്തു നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകൾ 27-ന് നടക്കുന്ന പരിപാടിയുടെ ഭാഗമാകുമെന്ന് ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ, ചെയർമാൻ രാജു വീട്ടിക്കൽ, ബിജു വള്ളോംപുരിയിടം, ജോസഫ് സേവിയർ എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.